ദേ ഇവിടെ ഒരു 500 കാട്ടിയേ, ഞാൻ പോയിട്ട് അവിടെ കടക്ക് പോയിട്ട് ഒന്ന് തരാം. എന്റെ കയ്യിൽ ഏത് പൈസ നിങ്ങൾ 500 രൂപ ചോദിക്കുന്നത്? എന്റെ കയ്യിൽ പിള്ളേർക്ക് കാശൊക്കെ ചക്കര കോളേജിലേക്ക് പോകുമ്പോ ബുക്കൊക്കെ വാങ്ങാൻ ഇന്ന് കൊടുത്ത് എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാന്ന്. നിങ്ങൾ എവിടുക്ക പോണ പൈസ മേടിച്ചിട്ട്? പക്ഷെ നിങ്ങൾ ഇനിയിപ്പോ പുറത്തേക്ക് പോകുമ്പോ വണ്ടി എടുത്തിട്ട് പോകണ്ട. മോനെ എവിടുക്ക് പോകണമെന്ന് പറഞ്ഞു, അവനക്ക് ബുക്ക് എന്താ വാങ്ങണം പറഞ്ഞു. അപ്പൊ അവനക്ക് പോവാൻ വണ്ടി വേണ്ടേ? അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ വണ്ടി എടുത്തിട്ട് പോയിട്ട് എപ്പോ വരാനാ? വണ്ടി എടുക്കണ്ടേട്ടാ. ഞാൻ വണ്ടിയിലൊന്നും പോകണില്ല, ഞാൻ നടന്നു പോവാ. കുറച്ച് കാശുണ്ട് കാട്ടി, അത്യാവശ്യം. നിന്റെ കയ്യിൽ കാശാതാ? നിന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞില്ല. മോനും ഉള്ളത് പൈസ കൊടുത്തു അവിടെ വെച്ചിട്ടുണ്ടോ? എടുത്തിട്ട് എവിടെ വെക്കണം? അവിടെ ഒന്നും ഇല്ല. അതിലുള്ള പൈസ തന്നെ മോനക്ക് കൊടുത്ത് ബുക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്റെ കയ്യിൽ ഏതാന്ന് പൈസ? നിന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ഞാൻ 500 രൂപ ഡപ്പിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനാ പൈസ എടുത്തിട്ട് കേട്ട്? ഏയ് നിങ്ങൾ താഴെ കിട്ട് വന്നത് തരാന്നല്ലേ പറഞ്ഞു. നിങ്ങൾ തന്നിട്ട് പോകുന്ന വേറെ ആവശ്യത്തിന് നിങ്ങൾ എന്തിട്ട് പണി വെച്ചതിനെ ചോദിച്ചാൽ തരില്ലല്ലോ. അപ്പൊ ഞാൻ അടുത്ത് പോക്കറ്റിൽ വെച്ചു, എന്നിട്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. ഞാൻ തരാം, ഒരു കഷ്ടം. തരാം. തരാ ഇനി തന്ന പോലെ തന്നെ. മോനെ മഹരിബായില്ലേ? മൊബൈൽ നോക്കിട്ടിരിക്കണ്ട. യാസീനെടുത്ത് ഓത്. ചെല്ലു മുസാബെടുത്ത് ഓതുമ്പോ. അമ്മായി എന്താ പറയാണ്ട്? വരി ഉള്ളിക്ക്. ഉമ്മയോ? ഉമ്മ എല്ലാരും അകത്തുണ്ട്. അമ്മായി ഇരിക്കും, ഉമ്മാനെ വിളിച്ചിട്ട് വരാം. ഉമ്മതാ അമ്മായി വന്നിട്ടുണ്ട്. അമ്മായിയാ? ഏതമ്മായി? ഉമ്മടെ അമ്മായി. അതെ. എന്താ ഈ നേരത്തെ വന്നിരിക്കണേ? മാമ വന്നാ? അതാരാ വന്നിരിക്കണേ? ഇതെന്തെങ്ങനെ വരാൻ തോന്നിക്കണൊന്നും പറയാണ്ട്? നിങ്ങള് വരുന്നില്ല. വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വരാന്. വിളിച്ചു പറഞ്ഞില്ലല്ലോ. ഒരു വിവരവും ഇല്ലല്ലോ. എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. കൊറേ കാലായി വന്നിട്ട്. വന്നു ഒരു മിന്നല് പോലെ വരും പോകും. പിന്നെ നമ്മുടെ ഓർമ്മയേ ഇല്ലല്ലോ. അപ്പൊ ആളെയൊന്നും കൊണ്ടുവന്നില്ലേ? ആളെയൊന്നും കൊണ്ടുവന്നില്ല. ആള് കുറച്ച് പണിയും തിരക്കായിട്ടേ ആളിപ്പോ ഭയങ്കര തിരക്കിലാണ്. ഒരു ദിവസം വരാ. എന്തായാലും മോൾക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പൊ ഇക്കാനെ ഒന്നും കണ്ട് അറിയിച്ചിട്ട് പോകാച്ചിട്ട് വന്നതാണ്. ഇടയ്ക്ക് വരാൻ രണ്ടാളും കൂടെ കൂടി അറിയണല്ലോ വെച്ചിട്ട് വന്നതാ. ഓ ശരി. അതൊക്കെ നല്ല കാര്യമാണ്. നല്ല കുട്ടിയല്ലേ അവള്. അപ്പൊ നല്ല ആലോചനകളൊക്കെ വരും. നല്ല മോളല്ലേ അവള്. അതെ, അത് തന്നെ ഞങ്ങള് നോക്കണം. നല്ല ബന്ധം നോക്കിട്ടല്ലേ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഒരു ഗെറ്റപ്പും കൂടെ നോക്കണ്ടേ. പിന്നെ പെട്ടെന്ന് നല്ല നിങ്ങൾക്ക് അനുസരിച്ച് ബന്ധം വരുമ്പോ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, നല്ല ബന്ധക്കാര് വരുമ്പോ നിങ്ങൾ അങ്ങനെ ഉറപ്പിച്ചു പെട്ടോ അങ്ങനെ വന്നിട്ടുണ്ടാവും. കുഴപ്പമില്ല, നിങ്ങളും കൂടി വന്ന് നോക്കി. ഓ ശരി ശരി. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി വരായിരുന്നു. വരും രണ്ടാളും കൂടി വരണം പറഞ്ഞിട്ട് തന്നെ ഇരിക്കണം. എന്നാലും ഒന്ന് അറിയിച്ചിട്ട് പോകാച്ചിട്ട് വന്നത്. മോനെന്ത് ചെയ്യുന്നു? മോനിരിക്കുന്നു, ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നാളെ കണ്ടു തന്നെ അവിടെ വെച്ചിട്ട് വീടിയൊക്കെ പോയപ്പോ. അമ്മായിയെ എന്നൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങളെ കുഴപ്പമൊന്നുമില്ല അമ്മായിയെ, ഒരു ദിവസം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അങ്ങനെ അല്ലേ. മോള് പഠിപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഒരു 2 മാസത്തേക്കും കൂടി പഠിപ്പിക്കുന്നു പറഞ്ഞു. നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ? പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇൻഷാല്ലാ ഞങ്ങള് രണ്ടാളും കൂടെ വരുന്നുണ്ട്. ഒക്കെ വന്നാ പറയുന്നുണ്ട്. എന്നാ നീ ഇരിക്കും. ഞാന് എന്താ ചായ വേണ്ട, ഞാൻ ചായ ഒക്കെ കുടിച്ചു എല്ലാം കഴിച്ചിട്ട് ഞാൻ കുടിച്ചിട്ടാ വന്നിരിക്കി. നിങ്ങൾക്ക് ഞങ്ങളുടെ വെള്ളവും ചായയൊന്നും പിടിക്കില്ല. അങ്ങനെയൊന്നും ഇല്ല. ഇക്ക വരട്ടെ, ഇക്കാനെ ഒന്ന് കണ്ടിട്ട് പോകട്ടെ. ഇക്ക കാലത്ത് പോയതാണ്. ഇതെന്താ നൗഫലൊക്കെ വിളിക്കണ്ടല്ലോ ഈ നേരത്ത്? ഹലോ, പറയിക്ക, എന്തായി? അതെ, എപ്പോ? ശരി ഇക്ക, ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങാം. ഒരു മിനിറ്റ്, ഇതാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാണ്. മോനെ നീ എവിടുക്കാ? ഇല്ലമ്മ, അതാ നൗഫലൊക്കെ വിളിക്കണ്ടേ. ഞാൻ എന്താന്ന് പോയിട്ട് നോക്കിട്ട് ഇപ്പൊ വേഗം വരാം. വേഗം വാട്ടുമ്പോനെ. ശരി. അവൻ കോളേജ് പഠിക്കാനായില്ലേ? വളർന്നു, ഉയരം വെച്ചു ഉപ്പാനെ പോലെ. ഉഫിലേക്ക് ഇനിയിപ്പോ എന്തിനാണാവോ വിളിച്ച്? ഉപ്പില്ലേ അത്? ഈ ഉപ്പ എന്ത് പണിയാ ചെയ്തിരിക്കുന്നു? ഉപ്പ എന്തിനാ ഇങ്ങനെ കുടിച്ചിരുന്നത്? പിടിക്കാം. അതാ എങ്ങടാ ഉപ്പ? ഇതാണ് നമ്മുടെ വീട്. ഇങ്ങനെ തരി ഉമ്മ കണ്ട ഇത് മതി.
ഇവിടെ ഇരിക്കിപ്പോ അവിടെ ആരാ വന്നിരിക്കണെന്ന് അറിയോ? ആര് വന്നാലും എനിക്ക് കുഴപ്പമില്ല. മാറാ. ആര് വന്ന എനിക്കെന്തിടാ? ഇതെന്നെ വെച്ച അമ്മാനെ കണ്ടിട്ടുണ്ട് മോളെ. എന്റെ ആങ്ങളെ വരാട്ടെ. അതൊക്കെ എന്താ മോനെ? ഉമ്മ ഇങ്ങോട്ട് വന്നേ. അമ്മയോടെ അമ്മയെ അകത്തുണ്ട്. ഉമ്മ തന്നെ വന്ന് കണ്ടേ. അതൊന്ന് നോക്കിയേ. എന്തുട്ടത്? എവിടെ അവിടെ ആരില്ലേ? അകത്താരാ വന്നിക്കണ വന്നു? അത് എനിക്കറിയില്ല. ആരാണ് ഇല്ല 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 ഇല്ല. നീ ആരെന്നെ പിടിക്കാൻ? നീ തൊഴിൽ വലുതായോ? അകത്താരാ വന്നിക്കണ? ആൾക്കാരെന്തോരം ആൾക്കാർ എന്ത് പണിയാ നിങ്ങൾ ചെയ്യുന്നേ? ഉമ്മാത് ചെയ്തിട്ട് വന്നിക്കണ അതാ നിങ്ങളെ പെങ്ങള് വന്നു. അവളും കൂടി അറിയുമ്പളേ മോനെ നിങ്ങൾ ആലോചിച്ചാ എത്രമാത്രം ആ കുട്ടിക്ക് നാണക്കടല്ലേ സ്കൂൾക്കൊക്കെ പോകുമ്പോ? ആവശ്യമില്ലാത്തതിനൊക്കെ നിക്കണേ. എനിക്ക് എവിടുന്ന് വലിച്ചെന്ന റോട്ടിലിട്ടാ ആ പെണ്ണ് കാണും. നിങ്ങളെ പെങ്ങള് നിങ്ങളെ റൂമിൽ കൊണ്ടിട്ട് അവിടെ ആരും വരില്ല. മോനെ പിടിച്ചേ. മോൻ പിടിച്ചേ. എന്നെ പിടിക്കാൻ തോന്നുന്നു. നടക്കില്ല. എന്നെടുത്തു ശരിയാക്കി എനിക്ക് അകത്ത് നടക്കുന്നു. ആൾക്കാര് കാണും. എനിക്ക് പണിയൊക്കെ ചെയ്തിട്ട് വന്നിട്ടേ എന്തപ്പോ ഇവിടെ സൗണ്ട് കേൾക്കണ്ടല്ലേ?